മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഗംഭീരമായ തുടക്കമിട്ട് കഴിഞ്ഞു. കെ സുരേന്ദ്രനെ പോലുള്ള ബി നേതാക്കൾ നിയമസഭയിൽ കഴിഞ്ഞ ടൈമിൽ ഉണ്ടായിരുന്നെങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയെ നടക്കില്ലായിരുന്നു എന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രശംസ. ഇതോടെയാണ് സുരേന്ദ്രന്റെ പ്രചരണത്തിന്റെ തുടക്കവുമായിരിക്കും. ഇതുകൂടി ചിന്തിച്ചു വേണം കേരളവും മഞ്ചേശ്വരവും ഇക്കുറി വോട്ട് ചെയ്യാനെന്നും സുരേഷ് ഗോപി എടുത്തു പറയും. ഇതിനിടെ ബി.ജെ.പിയുടെ 39 പേരുടെ രണ്ടാം ഘട്ട പട്ടികയും പുറത്തു വന്നു. ആറന്മുളയിൽ കുമ്മനം രാജശേഖരൻ മത്സരം, ധർമ്മടത്ത് കെ രഞ്ജിത്ത്, ഗുരുവായൂരിൽ ബി ഗോപാലകൃഷ്ണൻ, നാട്ടിക സി മുകുന്ദൻ, കുണ്ട്രയിൽ റോബിൻ രാധാകൃഷ്ണൻ, കൊല്ലത്ത് ഡോക്ടർ പ്രതാപ്, തൃത്താലയിൽ ബി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ മത്സരിക്കും. അങ്ങനെ കുമ്മൻ രാധാകൃഷ്ണനും ബി ഗോപാലകൃഷ്ണനൊക്കെ സീറ്റിൽ നിന്നൊക്കെ എഴുതി പടച്ചുവിട്ട മാധ്യമങ്ങൾ ശശിയായി. തിരുവനന്തപുരം സെൻട്രൽ, കണ്ണൂർ എന്നീ മണ്ഡലങ്ങൾ ഒഴിച്ചിട്ടുകൊണ്ടാണ് സ്ഥാനാർത്ഥി പട്ടിക പുറത്ത്. കെ സുരേന്ദ്രനെ പോലെയുള്ള ബി നേതാക്കൾ നിയമസഭയിൽ ഉണ്ടായിരുന്നെങ്കിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള നടക്കുമായിരുന്നില്ലെന്ന് സുരേഷ് ഗോപി പറയുന്നതിൽ ഒരു കാര്യമുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കെതിരെ പ്രതികരിക്കാൻ പ്രതിപക്ഷമായ കോൺഗ്രസ് പോലും ഒരിക്കലും തയ്യാറായിരുന്നില്ല. കാരണം അവരും ചക്കരക്കുടത്തിൽ പലതവണ കൈയിട്ട് മുക്കിയിട്ടുണ്ട്. ശക്തമായ ഒരു പ്രതിരോധം തീർക്കാൻ ഒരു ബി അംഗമെങ്കിലും നിയമസഭയിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി സുരേഷ് ഗോപി. അങ്ങനെ ആയിരുന്നെങ്കിൽ കാര്യങ്ങൾ ഇത്ര കണ്ട് വഷളാകില്ലായിരുന്നെന്ന് സുരേഷ് ഗോപി അടക്കം വിലയിരുത്തുന്നു. ശബരിമലയിലെ അനാവശ്യ ഇടപെടലുകൾ അവസാനിപ്പിക്കണമെങ്കിൽ ബി നേതൃത്വം ഇടപെടണം. അങ്ങനെ ഇടപെടുന്നുണ്ട്. പക്ഷേ അതിനൊരു ഔദ്യോഗിക സ്വഭാവവും ജനങ്ങളുടെ അംഗീകാരവും പദവിയും വിശ്വാസവും ഒക്കെ വേണമെങ്കിൽ കേരളത്തിലെ നിയമസഭയിൽ ബി അംഗങ്ങൾ ഉണ്ടായിരിക്കണം. കാസർഗോഡ് നിയോജക മണ്ഡലത്തിലെ NDA തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി കാസർഗോഡ് ബാങ്ക് റോഡിൽ ചുമരെഴുത്ത് നടത്തിയാണ് സുരേഷ് ഗോപി ഇങ്ങനെ കെ സുരേന്ദ്രനെ പ്രശംസിച്ച് പ്രചരണത്തിന് തുടക്കമിട്ടത്. മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിലെ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് അദ്ദേഹം കുമ്പളയിൽ തുടക്കം കുറിക്കുകയും ഏത് മതത്തിലെ വിശ്വാസികളാണെങ്കിലും വിശ്വാസം പിന്തുടരാനുള്ള അവകാശം അവർക്കുണ്ടെന്നും അത് ബി സ്ഥാനാർത്ഥികൾ ഉറപ്പു നൽകണമെന്നും വിശ്വാസികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും വരെ സുരേഷ് ഗോപി കൂട്ടിച്ചേർക്കുന്നു. അത് സുരേഷ് ഗോപി തൃശ്ശൂർ നൽകിയ ഉറപ്പാണ്. തൃശ്ശൂർ സുരേഷ് ഗോപിക്ക് നൽകിയ മറുപടിയാണത്. ഇന്നും ഇന്നലെയുമല്ല, 5 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സുരേഷ് ഗോപിയുടെ ഉറപ്പാണിത്. അത് കൃത്യമായി കാത്തു സൂക്ഷിക്കാൻ സുരേഷ് ഗോപി ക്യായ് എന്നിടത്താണ് തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയത്തിന്റെ അടിസ്ഥാനം. തൃശ്ശൂരിലെ ഒരു പ്രത്യേക മതജാതി വിഭാഗം സുരേഷ് ഗോപി പിന്തുണച്ച് വോട്ട് ചെയ്തത് കൊണ്ടാണ് തൃശ്ശൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് സുരേഷ് ഗോപി ജയിച്ചു പോയെന്ന പ്രചരണങ്ങളിൽ ഒരു കഴമ്പുമില്ലെന്ന് വോട്ടിംഗ് നില പരിശോധിച്ചാൽ വ്യക്തം. അതേ തന്ത്രമാണ് മഞ്ചേശ്വരത്തും പ്രയോഗിക്കാൻ സുരേഷ് ഗോപി കെ സുരേന്ദ്രന് നൽകിയ ആ ഉപദേശം. എല്ലാ മതവിഭാഗങ്ങളുടെയും വോട്ട് വാങ്ങി വേണം സുരേന്ദ്രൻ നിയമസഭയിലേക്ക് എത്താൻ. അതാണ് അതിന്റെ ഐശ്വര്യം. ഒപ്പം മറ്റ് ബി സ്ഥാനാർത്ഥികളും എല്ലാ വിഭാഗത്തിന്റെയും വോട്ടുകൾ ഇക്കുറി ഉറപ്പാക്കണമെന്നും അതിന് യാതൊരു വിട്ടുവീഴ്ചയും പാടില്ലെന്ന് നേതാക്കൾ കർശന നിർദ്ദേശവും നൽകി.